ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ബ്രെഡ് പുഡിംഗ് ആണ്. ഒരു ട്രസ്റ്റഡ് മാംഗോ പുഡിംഗ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ നിരത്തി വെക്കുക. പിന്നെ ആവശ്യമുള്ളത് മാംഗോ ചെറിയ കഷ്ണങ്ങളാക്കിയത്, മാംഗോൻ്റെ പൾപ്പ്, പിന്നെ ഫ്രഷ് ക്രീം, പാല് വേണം, മിൽക്ക് മെയ്ഡും വേണം. ഇനി ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചെടുക്കുക. 2 കപ്പ് പാലാണ് ഞാൻ ചേർത്തത്. അതിലേക്ക് 1/2 കപ്പ് മാങ്ങ പൾപ്പ് എടുത്തത് ഒഴിച്ചെടുക്കുക. അത് പാലും മാങ്ങയും കൂടി മാങ്ങൻ്റെ പൾപ്പും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഇത് ഞാൻ കുറച്ച് ചൂടായതുകൊണ്ടാണ് ഇതുപോലെ തരിതരിയായി കാണുന്നത്. അതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ നല്ല തിളപ്പിച്ച് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് 1 കപ്പ് മാറ്റി വെക്കാം. ഇത് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കിയതിന് ശേഷം വിളമ്പുന്ന സമയത്ത് പ്ലേറ്റിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മിൽക്ക് പുഡിംഗ് നല്ല ടേസ്റ്റാണ് ഈ കറി അങ്ങനെ ഒഴിച്ച് തിന്നാൽ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. മറ്റ് മിക്സ് നമുക്ക് ബ്രെഡിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ ബ്രെഡിൽ നല്ലോണം മുങ്ങി കിട്ടും. ബ്രെഡ് നല്ല പിടിച്ചെടുത്തിട്ടുണ്ടാവും. നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ കേക്ക് പോലെ ബ്രെഡാണെന്ന് അറിയാത്ത രീതിയിൽ കഴിക്കാൻ കിട്ടുള്ളൂ. ഇങ്ങനെ മുഴുവനായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് മാംഗോ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അത് കടിക്കാൻ നല്ല ടേസ്റ്റാവും. അതിൻ്റെ മേലെ പിന്നെയും ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ എന്നിട്ട് മിൽക്ക് മിക്സർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെയും മാങ്ങ കഷ്ണങ്ങളാക്കിയത് വെക്കുക. അതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായത് ആകുന്നവരെ അടിച്ചെടുക്കുക. എന്നിട്ട് അതിൽ പകുതി വേണ്ട, ഒരു 1/2 കപ്പ് എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. മാങ്ങൻ്റെ പൾപ്പെടുത്ത് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ മേലെ ഒഴിച്ചെടുക്കാനുള്ളതാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ എങ്കിലും തണുപ്പിക്കാൻ വെക്കുക. മൂടി വെച്ചിട്ട് തണുപ്പിക്കാൻ വെക്കുക. അതിന് ശേഷം നമുക്കിതുപോലെ മാറ്റി വെച്ച വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി നമ്മൾ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്യുക. അതിന് ശേഷം ഞാൻ ബദാം പൊടിച്ചത് അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെ റോസിൻ്റെ ഇതൾ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ അധികം തണുക്കുന്നതിൻ്റെ മുന്നേ എടുത്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പാല് ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നല്ല തണുത്തതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ കാണാൻ നല്ല രസമുണ്ടാവും. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ റോസ് ഇതളൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.